നമസ്കാരം. ക്രിക്കറ്റിൽ ഇന്നലെ ഓസ്ട്രേലിയയുടെ തേരോട്ടമായിരുന്നു. ഓസ്ട്രേലിയ ന്യൂസിലൻഡിലെ ഇന്നലെ T20 സീരീസിൻ്റെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുത്തി. അതുപോലെ തന്നെ വുമൻസ് വേൾഡ് കപ്പിൻ്റെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. പക്ഷേ ഇന്ത്യയുടെ അടുത്ത് മാത്രം കളി നടന്നില്ല. ഇന്ത്യ എ vs ഓസ്ട്രേലിയ എ മത്സരത്തിൽ ഓസ്ട്രേലിയ എ പരാജയപ്പെട്ടിരിക്കുകയാണ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ്. അതുപോലെ തന്നെ സെയിം അയൂബ് എങ്ങനെ T20 റാങ്കിങ്ങിൻ്റെ ഓൾറൗണ്ടറായിട്ട് ടോപ്പിലെത്തി എന്നുള്ളതും ഒരു വലിയ ന്യൂസാണ്. സോ നമുക്ക് ഓസ്ട്രേലിയ വേഴ്സസ് ന്യൂസിലൻഡ് മത്സരത്തെ തന്നെ തുടങ്ങാം. മിച്ചം മാഷിൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇന്നിങ്സിലാണ് ഓസ്ട്രേലിയ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തുന്നത്. ന്യൂസിലൻഡ് ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് 181 റൺസാണ് സ്കോർ ചെയ്തത്. ആദ്യം ഒരു 3 വിക്കറ്റ് പോയിട്ട് ഒന്ന് തകർന്ന ന്യൂസിലൻഡിനെ ടിം റോബിൻസനാണ് ഒരു സെഞ്ചുറിയുടെ ബലത്തിൽ 181 എന്ന് പറഞ്ഞൊരു ഡീസൻറ്റ് സ്കോറിലേക്ക് എത്തിച്ചത്. അതും ആദ്യത്തെ ഫസ്റ്റ് 10 ഓവറിലാണ് ന്യൂസിലൻഡ് ആ ഒരു സ്കോറിലേക്ക് ആക്സിലറേറ്റ് ചെയ്തത്. പിന്നീട് ആ ഒരു സെക്കൻഡ് ഓവർ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് ന്യൂസിലൻഡിന് സാധിച്ചില്ല. അതും സാംബയൊക്കെ സൂപ്പർബായിട്ട് എറിഞ്ഞു. തിരിച്ച് ഓസ്ട്രേലിയ മിച്ചൽ മാഷിൻ്റെയും ട്രാവിസ് ഹെഡിൻ്റെയും അഴിഞ്ഞാട്ടമായിരുന്നു. പവർ പ്ലേയിൽ തന്നെ അവർ 67 റൺസ് അടിച്ചു. അതിനുശേഷം മാച്ച് ഷോട്ടിൻ്റെ ഒരു ചെറിയൊരു ഇന്നിങ്സ് ആയപ്പോഴത്തേക്ക് ഓസ്ട്രേലിയ കംഫർട്ടബിളായിട്ട് ഈ ഒരു മാച്ച് ജയിക്കാനുണ്ടായത്. ഇതിൽ കൗതുകകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ രച്ചിൻ രവീന്ദ്രയ്ക്ക് വീണ്ടും ഒരു പ്രാക്ടീസ് സെക്ഷൻ്റെ ഇടയ്ക്ക് പരിക്ക് പറ്റിയിരിക്കുകയാണ്. ഇതിനു മുമ്പും രച്ചിൻ രവീന്ദ്രയുടെ ഫേസിൽ പരിക്ക് പറ്റിയിരുന്നു പാകിസ്ഥാനായിട്ടുള്ളൊരു പ്രാക്ടീസ് മാച്ചിൽ. അതുപോലെ തന്നെ ഇതിപ്പോൾ പ്രാക്ടീസ് സെഷൻ്റെ ഇടയ്ക്ക് ഒരു ബൗണ്ടറി ബോർഡിൽ എന്തോ ഇടിച്ചിട്ട് മുഖത്തിനും ചുണ്ടിനും എന്തോ കാര്യമായിട്ട് പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ സീരീസിൽ നിന്ന് രച്ചിൻ രവീന്ദ്ര പൂർണ്ണമായിട്ട് പുറത്തായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സർജറിയോ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ ആ ഒഴിവിലേക്കാണ് ജിമ്മി നീഷം വരുന്നത്. പക്ഷേ ജിമ്മി നീഷമിനെ കളിപ്പിക്കാതാണ് ഈ ടിം റോബിൻസനെ. ഇപ്പോൾ ന്യൂസിലൻഡ് ഈ രച്ചിൻ രവീന്ദ്ര ഇല്ലാത്തതുകൊണ്ടാണ് ടിം റോബിൻസനെ കളിപ്പിച്ചത്. ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ടാണ് റോബിൻസൺ ഈ ഒരു സെഞ്ചുറി സ്കോർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് 4 ലൈഫ് ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയ നല്ല രീതിയിൽ ട്രാവിസ് ഹെഡ് 2 ക്യാച്ച് വിട്ടു. അതുപോലെ തന്നെ വേറെ 2 ക്യാച്ചും വിട്ടു. ഓസ്ട്രേലിയ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. എങ്കിൽ പോലും ഒരു അവസരം കിട്ടി അതിന് മുതലെടുത്ത ഒരു സെഞ്ചുറി എന്ന് വേണമെങ്കിൽ പറയാം. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോഷ് ഇംഗ്ലീഷ് ഇല്ല, മാക്സ്വെൽ ഇല്ല, ബാറ്റ് കമൻസ് ഇല്ല, അങ്ങനെ മെയിനായിട്ടുള്ള കുറേ പ്ലെയേഴ്സ് ഇല്ല. അപ്പോൾ നാഥൻ എല്ലീസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ പ്ലെയേഴ്സ് ഇല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു കുറവ് ഓസ്ട്രേലിയയിൽ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞില്ല. അവർ ഇന്നലെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഇനി അടുത്തായിട്ട് വരാനായിട്ടുള്ളത് ഈ T20 റാങ്കിങ്ങിലേക്കാണ്. സൈം അയൂബ് ഈ T20 റാങ്കിങ്ങിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ് ഓൾറൗണ്ടറായിട്ട്. അതിന് ഹർദിക് പാണ്ഡ്യയെ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് സൈം അയൂബ് ടോപ്പിലേക്ക് എത്തിയത്. അതിൻ്റെ പോയിൻറ്റ്സിൻ്റെ വളരെ വിചിത്രമാണ് ഈ പോയിൻറ്റ്സിൻ്റെ ഇത്. കാരണം ബാറ്റിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യ കപ്പിൽ 4 ഡക്ക് ആയ ഒരു ബാറ്റ്സ്മാനാണ്. ബോളിങ്ങിൽ ശരിയാണ്, ബോളിങ്ങിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ അപ്പോൾ ഒരു ഓൾറൗണ്ടറായിട്ട് എങ്ങനെ ടോപ്പിലെത്തിയെന്ന് എനിക്കതിൻ്റെ പോയിന്റ് സിസ്റ്റം കറക്റ്റായിട്ട് അറിയില്ല. അതിന് വേണ്ടിയിട്ട് സമയം മെനക്കെട്ടിട്ടില്ല എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ അത് വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും വരുൺ ചക്രവർത്തി ബോളറായിട്ട് ഇന്ത്യയുടെ വരുൺ ചക്രവർത്തി നമ്പർ 1 പൊസിഷനിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് ശർമ്മ നമ്പർ 1 T20 ബാറ്റർ ആയിരുന്നു നേരത്തെ. പക്ഷേ അത് മാറ്റിയിട്ട് ഇപ്പോൾ റെക്കോർഡ് പോയിന്റ്സ് ആണ് 931 എന്ന് പറയുന്നത്. പണ്ട് ഡേവിഡ് മെലൻ ഉണ്ടായിരുന്ന 990 എന്ന് പറഞ്ഞൊരു പോയിന്റിനെ ഓവർടേക്ക് ചെയ്തിട്ട് 931 എക്കാലത്തെയും ഉയർന്ന ഒരു പോയിന്റാണ് ഒരു T20 ബാറ്റ്സ്മാൻ്റെ ഒരു വേൾഡ് റെക്കോർഡ് തന്നെയാണ്. അഭിഷേക് ശർമ്മ ഇങ്ങനെ തൻ്റെ തേരോട്ടം തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി വുമൻസ് വേൾഡ് കപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ന്യൂസിലൻഡിനെ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയയാണ് ഇവിടെ ഫസ്റ്റ് ബാറ്റ് ചെയ്തത്. 326 എന്ന് പറഞ്ഞൊരു ഹ്യൂജ് സ്കോർ ഓസ്ട്രേലിയ ഫസ്റ്റ് ബാറ്റ് ചെയ്ത് പടുത്തുയർത്തി. മറുപടിയിൽ ന്യൂസിലൻഡിന് 236 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ആഷ്ലി ഗാർഡനറിന് 115 ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോറർ. തിരിച്ച് ന്യൂസിലൻഡ് ഫൈറ്റ് ബാക്ക് ചെയ്തു ഒരേ ഒരാളുടെ ബലത്തിൽ. അതായത് സോഫി ഡിവൈൻ 112 റൺസ് 112 ബോളിൽ നല്ല ബാറ്റിംഗ് ആയിരുന്നു. ഒരു ഫൈറ്റ് ബാക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴത്തേക്ക് ആ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ഒരു 100 റൺസ് വേണ്ട സമയത്ത് ഈ സോഫി ഡിവൈനെ ഓസ്ട്രേലിയ എടുത്തതോടുകൂടി ന്യൂസിലൻഡിൻ്റെ ഫൈറ്റ് അവിടെ അവസാനിച്ചു. പെട്ടെന്ന് തന്നെ വിത്തിൻ ഒരു 1 or 2 അവേഴ്സിൽ തന്നെ ന്യൂസിലൻഡ് ഓൾ ഔട്ട് ആവാനുണ്ടായത്. സോ ഓസ്ട്രേലിയ ഡോമിനേഷൻ തുടരുകയാണ് വിമൻസ് ക്രിക്കറ്റിൽ. ആൻഡ് ഇന്ത്യ എ vs ഓസ്ട്രേലിയ എ. ശ്രേയസ് അയ്യർ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. ശ്രേയസ് അയ്യർ 110 റൺസ് 83 ബോൾ. അതുപോലെ തന്നെ പ്രിയൻ ഷാരിയും സെഞ്ചുറി അടിച്ചിട്ടുണ്ട് 101 84 ബോളിൽ. പ്രിയൻ ഷാരിയ വളർന്നു വരുന്ന ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്. ബാക്കി എല്ലാവർക്കും ത്രെട്ടായിട്ട് പുതിയ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ IPL പെർഫോമൻസ് കണ്ടു. ഇപ്പോൾ ഇതുപോലുള്ള പെർഫോമൻസ് ഓസ്ട്രേലിയ ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് മുന്നിലേക്ക് പുതിയ കോമ്പറ്റീഷൻ കൂടുകയാണ്. അതുപോലെ തന്നെ പരാഗ് 67 റൺസ് അടിച്ചു. ആയുഷ് ബദോനി 50 അടിച്ചു. അത് പ്രപ്സിമാനും 56 റൺസ് 413 പറഞ്ഞൊരു ഹ്യൂജ് സ്കോറാണ് ഇന്ത്യ എ സ്കോർ ചെയ്ത്. തിരിച്ച് ഓസ്ട്രേലിയ 242 സ്കോർ ചെയ്യാൻ ഓസ്ട്രേലിയക്ക് സാധിച്ചുള്ളൂ. അതിനകത്ത് നിഷാദ് സിന്ധു എന്ന് പറഞ്ഞ ബോളർ 4 വിക്കറ്റും രവി ബിഷ്ണോയ് 2 വിക്കറ്റും എടുത്തു. സോ ഒരു ഡോമിനേറ്റിംഗ് വിൻ ഇന്ത്യ എക്ക് ഓസ്ട്രേലിയ എക്ക് മേളിൽ എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. ഇന്ന് ഇന്ത്യ vs വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതിന് വരെ ബൈ.